എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. അമ്മ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ചോറ് മാത്രമുണ്ട്. 2 പ്ലേറ്റിൽ അവൾ ചോറെടുത്തു. തൈരും അച്ചാറും മറ്റൊരു പ്ലേറ്റിലെടുത്തപ്പോൾ ഉണ്ണിമോളും വൃന്ദയും വന്നു. കറികളൊന്നുമില്ല, ഇന്നിതുകൊണ്ട് കഴിക്ക്, ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കിത്തരാം. വന്ദന ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അച്ഛൻ എന്താ വരാത്തേ? ഉണ്ണിമോൾ ചോദിച്ചു. അച്ഛൻ എവിടെ നിന്നോ കപ്പപ്പുഴുക്ക് കഴിച്ചത്രേ. വന്ദന 2 പേർക്കും ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു. കറികൾ കുറവായതുകൊണ്ട് 2 പേരും പെട്ടെന്ന് ചടങ്ങ് തീർത്തുപോയി. ഒരു തുള്ളി വെള്ളം പോലും വന്ദനക്കിറക്കാനായില്ല. വാതിലടച്ച് കുറ്റിയിട്ട് അവൾ ഹാളിൽ വന്ന് പുറത്തേക്ക് നോക്കി. അച്ഛൻ മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദൈവമേ, ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ. നാളെ കുടകിന് പോകുമെന്ന് ഉറപ്പാണ്. അമ്മയില്ലാതെ അച്ഛന് മക്കളെ കൊണ്ട് പോകാൻ പറ്റില്ല. ഒന്നും വേണ്ട, ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മാത്രം മതി. ഒപ്പം അമ്മയും വേണം. അവൾ മുറിയിൽ വന്നപ്പോൾ 2 പേരും മൂടി പുതച്ച് കിടക്കുകയാണ്. അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ ചേച്ചി, ഉണ്ണിമോൾ സങ്കടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്ന് വിളിച്ചോളാം, നിങ്ങൾ ഉറങ്ങിക്കോ. വന്ദന കസേരയിൽ ഇരുന്ന് മേശയിലേക്ക് മുഖം ചായ്ച്ചു. ഈ രാത്രി ഉറങ്ങാൻ പാടില്ലെന്നവൾ നിശ്ചയിച്ചു. കുട്ടികൾ പെട്ടെന്നുറങ്ങി. വിശപ്പും ക്ഷീണവും കൊണ്ട് അവൾ ഒന്ന് മയങ്ങിപ്പോയി. എപ്പോഴോ അവൾ ഞെട്ടിയുണർന്നു. ഒരു നിലവിളി കാതിൽ വീണതുപോലെ വന്ദനയ്ക്ക് തോന്നി. അവൾ ചാടി എഴുന്നേറ്റു. നിലവിളിയുടെ പ്രതിധ്വനി കാതിൽ മുഴങ്ങുകയാണ്. അവൾ വാൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11:40. അവൾ പുറത്തേക്കോടി. ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് അവൾ ഹാളിലെ ലൈറ്റിട്ടു. മുകുന്ദനുണ്ണി സെറ്റിയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നത് അവൾ കണ്ടു. മുന്നിലെ ടീപ്പോയിൽ ടോർച്ചും വെട്ടുകത്തിയും ഇരിക്കുന്നു. പെട്ടെന്നവൾ ലൈറ്റ് അണച്ചു. ദേവയാനി കിടന്ന മുറിയുടെ വാതിൽ തുറന്നു നോക്കി. അകത്ത് വെളിച്ചമുണ്ടായിരുന്നു. ദേവയാനി ചുമരിന് നേരെ ചുരുണ്ട് കിടക്കുകയാണ്. ദേവയാനിയെ നോക്കി നിന്ന് അവൾ കിതപ്പടക്കി. വാതിൽ ചാരിയിട്ട് വന്ദന തട്ടിത്തടഞ്ഞ് മുറിയിൽ വന്നു. ജഗ്ഗിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. ഒന്നും സംഭവിക്കില്ലെന്ന് മനസ്സ് ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. വാതിൽ തുറന്നു തന്നെ കിടക്കണം. വന്ദന കസേരയിൽ വന്നിരുന്നു. മുറ്റത്ത് മഴ പെയ്യാൻ തുടങ്ങി. മുഖം അവൾ മേശയിലേക്ക് ചായ്ച്ചു വെച്ചു. ഇനി ഉറങ്ങാൻ പാടില്ല. ഉറക്കത്തെ ആട്ടിയകറ്റാനുള്ള അവളുടെ ശ്രമം ദുർബലപ്പെട്ടു വന്നു. നിദ്രയുടെ കയറ്റത്തിലേക്ക് അവൾ മെല്ലെ താണിറങ്ങി. ദേവയാനി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മുറിയിൽ ആരോ വന്നത് അവൾ അറിഞ്ഞിരുന്നു. ഉണ്ണിയേട്ടനാണെന്ന് കരുതി അനങ്ങാതെ കിടന്നതാണ്. കഴുത്തിൽ കൈകൾ മുറുകുന്നത് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പറയാനല്ലാതെ ഉണ്ണിയേട്ടന് തന്നെ കൊല്ലാൻ കഴിയില്ല. ഇത്രയും കാലം ആ നല്ല മനസ്സിനെ ചതിക്കുകയായിരുന്നു. ഒരു ശത്രുവിനെ പോലെ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന മനുഷ്യൻ പിന്നീട് തൻ്റെ പ്രാണനായി. കഷ്ടിച്ച് 5 മിനിറ്റ് ദൈർഘ്യം പോലുമില്ലായിരുന്നു പെണ്ണ് കാണൽ ചടങ്ങിന്. ഒന്ന് മിണ്ടാനുള്ള സന്ദർഭം പോലും അച്ഛൻ അനുവദിച്ചില്ല. സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതാണ്. ഒന്നും ഉണ്ടായില്ല. പിന്നെ അറിയുന്നത് വിവാഹം നിശ്ചയിച്ച വാർത്തയായിരുന്നു. താൻ വീട്ടുതടങ്കലിലായി. ചന്ദ്രദാസ് സാർ നാട് വിട്ടുപോയി എന്ന് എല്ലാവരും പറഞ്ഞു. താൻ മരിച്ചു കളയുമെന്ന് ഭയന്ന് അമ്മയും സുമിത്രയും മാറി മാറി മുറിയിൽ കാവലിരുന്നു. വിവാഹ തീയതി ഒന്നും അറിയില്ലായിരുന്നു. വിവാഹത്തിന് 2 ദിവസം മുൻപ് തൊഴാനെന്നും പറഞ്ഞ് എല്ലാവരും ഗുരുവായൂർക്ക് പോയി. അവിടെ ചെന്നിട്ടാണ് എല്ലാം അറിയുന്നത്. തിക്കിലും തിരക്കിലും ഉണ്ണിയേട്ടൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടി. വിവാഹത്തിന് മുൻപ് പറ്റിപ്പോയ തെറ്റ് മറയ്ക്കുകയല്ലാതെ മറ്റൊരു വഴി തൻ്റെ മുന്നിലില്ലായിരുന്നു. സ്നേഹം കൊണ്ട് ഉണ്ണിയേട്ടൻ തോൽപ്പിച്ചു. വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞാണെന്നേ കരുതിയുള്ളൂ. തറവാട്ടിലെത്തുമ്പോൾ ചന്ദ്രദാസ് സാറ് നാട് വിട്ടുപോയി എന്ന് മനസ്സിലായി. പിന്നെ ആ മനുഷ്യനെ കാണുന്നത് വന്ദനയ്ക്ക് 4 വയസ്സുള്ളപ്പോഴാണ്. ഉണ്ണിയേട്ടൻ ലീവിന് വരുന്നതിൻ്റെ തലേ ദിവസം. അത്താഴം കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ 8:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. മുറ്റത്ത് നിന്നുള്ള വാതിൽ ആരോ തട്ടിയപ്പോൾ മാളുവമ്മയാവുമെന്ന് കരുതി കതക് തുറന്നു. അകത്ത് കയറിയത് ചന്ദ്രദാസ് സാറായിരുന്നു. താൻ സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നില്ല അയാൾ. തൻ്റെ യാചനകളൊന്നും അയാൾ ചെവിക്കൊണ്ടില്ല. വാ മൂടി അയാൾ നിലത്തേക്ക് വീഴ്ത്തി ലാഭനഷ്ട കണക്കുകൾ തീർക്കുമ്പോൾ മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു: മരണം. ഉണ്ണിയേട്ടന് മകളെ നൽകി ഈ ലോകം വിട്ടുപോവുക. അയാൾ ഇറങ്ങിപ്പോയപ്പോൾ അലമാരയിൽ നിന്ന് സാരി എടുത്തു.
ഫാനിൽ കുരുക്കിടാനായി കട്ടിലിലേക്ക് കയറിയപ്പോൾ മോള് ഉണർന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടും അവളുടെ കരച്ചിൽ അടങ്ങിയില്ല. അടുത്ത മുറിയിൽ നിന്ന് അമ്മയും സുമിത്രയും വന്നു. പുലരുന്നതുവരെ അവൾ കരഞ്ഞു. ഓരോരുത്തരായി മാറി മാറി എടുത്തുകൊണ്ട് നടന്ന് കരച്ചിലടക്കാൻ നോക്കി. വെളുപ്പിന് 5 മണിയോടെ ഉണ്ണിയേട്ടൻ വന്നിറങ്ങുമ്പോഴും അവൾ കരച്ചിൽ തുടരുകയായിരുന്നു. ഉണ്ണിയേട്ടൻ വന്ന കാറിൽ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അച്ഛൻ്റെ സാമീപ്യത്തോടെ കരച്ചിൽ കുറഞ്ഞു. ഉച്ചവരെ ടെസ്റ്റുകളുമായി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരസുഖവും കണ്ടെത്താനായില്ല. പരിഹാരം കാവിലെ പൂജയാണെന്ന് അമ്മ വിധിയെഴുതി. വൈകിട്ട് വീട്ടിൽ വന്ന് ഭസ്മമിട്ടു. 4 മണിയോടെ തന്നെയും മോളെയും കൂട്ടി ഉണ്ണിയേട്ടൻ തൊടുപുഴയ്ക്ക് മടങ്ങി. കൂട്ടിക്കൊണ്ടുപോകാൻ കളരിക്കൽ നിന്ന് നാരായണൻകുട്ടി വന്നിരുന്നു. ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ ആ തെറ്റ് മൂടി വെക്കേണ്ടി വന്നു. പിന്നെ ഉണ്ണിയേട്ടൻ തിരിച്ചു പോയിട്ടും തറവാട്ടിലേക്ക് പോകാൻ മനസ്സ് ആഗ്രഹിച്ചില്ല. പിന്നീട് ആ മനുഷ്യൻ ഇടുത്തി പോലെ വന്നിറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടൻ്റെ ഒപ്പം വീടിന് മുന്നിലായിരുന്നു. അറിയാവുന്ന ഒരു ഭാവവും അയാൾ കാണിച്ചില്ല. ഡാമിലേക്ക് വന്ന പുതിയ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചന്ദ്രദാസിനെ ഉണ്ണിയേട്ടൻ തന്നെ പരിചയപ്പെടുത്തി തന്നു. അയാൾ പക വീട്ടാൻ വന്നതാണെന്ന് തന്നെ ഉറപ്പിച്ചു. തനിച്ച് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഒരിക്കലും താനൊരു ഭീഷണിയാവില്ല എന്ന് ഉറപ്പ് തന്നു. പിന്നീടുള്ള അയാളുടെ പെരുമാറ്റവും അതുപോലെയായിരുന്നു. എങ്കിലും ഉള്ളിലൊരു ഭീതിയുമായിട്ടാണ് ആശ ടീച്ചറുമായി ഒരു വിവാഹത്തിന് മുന്നിട്ടിറങ്ങിയത്. 3 മക്കളും ഉണ്ണിയേട്ടൻ്റെതല്ലെന്ന് മനസ്സിലാക്കാൻ തനിക്ക് കഴിയാതെ പോയി. അയാൾ മക്കളെ ആവശ്യപ്പെട്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും. ഈ നാട്ടുകാർ മുഴുവൻ ആ സത്യമറിയും. ജീവിക്കാൻ അർഹത നഷ്ടപ്പെട്ടവളാണ് താൻ. മക്കളെ ഉണ്ണിയേട്ടൻ തന്നെ വളർത്തണം. അവരെന്നും മുകുന്ദനുണ്ണിയുടെ മാത്രം മക്കളാവണം. അവരിൽ അവകാശം പറഞ്ഞ് ആരും വരാൻ പാടില്ല. ദേവയാനി കട്ടിലിൽ നിന്നിറങ്ങി. ഹാളിൽ ഇരുട്ടായിരുന്നു. അവൾ കുട്ടികൾ ഉറങ്ങുന്ന മുറിയുടെ മുന്നിലെത്തി. അകത്ത് വെളിച്ചമുണ്ട്. ദേവയാനി അകത്തേക്ക് കടന്നു. മേശയിൽ തല വച്ചിരുന്ന് ഉറങ്ങുകയാണ് വന്ദന. കാവലിരുന്ന് അവൾ ഉറങ്ങിപ്പോയതാണെന്ന് ദേവയാനിക്ക് മനസ്സിലായി. വൃന്ദയും ഉണ്ണിമോളും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ദേവയാനി കട്ടിലിൽ ഇരുന്നിട്ട് ഉണ്ണിമോളുടെയും വൃന്ദയുടെയും ശിരസുകൾ മൃദുവായി തഴുകി. ഉണ്ണിമോളുടെ കൈയെടുത്ത് ചുംബിച്ചു. എൻ്റെ മക്കളെ അച്ഛൻ പൊന്നുപോലെ നോക്കിക്കൊള്ളും. അവളുടെ കൈ വെച്ചിട്ട് ദേവയാനി എഴുന്നേറ്റു. മേശയുടെ മുന്നിൽ വന്നു. തല കുനിച്ചിരിക്കുന്ന വന്ദനയെ നിറമിഴികളോടെ നോക്കി. ഇനി അവർക്ക് അമ്മയുടെ സ്ഥാനത്ത് മോള് അച്ഛൻ്റെ കൂടെ നിൽക്കണം. നീ എതിർത്തൊരു വാക്ക് പറഞ്ഞാൽ അച്ഛൻ ഉണ്ടാവില്ല. ജീവനാ നിങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാ അച്ഛൻ ജീവിക്കുന്നത്. സാരിത്തലപ്പ് പിടിച്ച് വാപുത്തി ദേവയാനി കരച്ചിലടക്കി. ശപിക്കപ്പെട്ടവളായിപ്പോയി നിങ്ങളുടെ അമ്മ. താലി കഴുത്തിൽ വീഴുന്നതുവരെ എൻ്റെ മക്കൾ ഒരു പുരുഷനെയും സ്നേഹിക്കരുത്. ഒരു പെണ്ണ് സ്നേഹിക്കേണ്ടത് അവളുടെ ഭർത്താവിനെ മാത്രമാ. അമ്മയ്ക്ക് തരാൻ ഈ ഒരു പാഠം മാത്രമേ ഉള്ളൂ. വന്ദനയുടെ ശിരസിന് നേരെ കൊണ്ടുപോയ കൈ പെട്ടെന്ന് ദേവയാനി പിൻവലിച്ചു. വേഗം അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദേവയാനിയുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മരിക്കണം. നാളത്തെ പകൽ കാണാൻ ദേവയാനി ഉണ്ടാവരുത്. ഇരുട്ടിലൂടെ നടന്നു വന്ന് അവൾ അടുക്കള വാതിലിൻ്റെ മുന്നിലെത്തി. വാതിലിന് കുറ്റിയെടുത്തപ്പോൾ ശബ്ദമുണ്ടായി. ഹാളിലെ സിറ്റിയിലിരുന്ന് മയങ്ങിയ മുകുന്ദനുണ്ണി ഞെട്ടി. കണ്ണു തുറന്നു. അയാൾ ടോർച്ചും വെട്ടുകത്തിയും കയ്യിലെടുത്തു. അയാൾ കാത് കൂർപ്പിച്ചിരുന്നു. ആദ്യം ഉണർന്നത് ഉണ്ണിമോളായിരുന്നു. ദേഹത്ത് ചുറ്റിപ്പിടിച്ചിരുന്ന വൃന്ദയുടെ കൈയെടുത്ത് മാറ്റി അവൾ എഴുന്നേറ്റ് കണ്ണു തിരുമ്മി. വന്ദന മേശയിൽ തലവെച്ചിരുന്ന് ഉറങ്ങുന്നത് കണ്ട് അവൾ അമ്പരന്നു. ചേച്ചി, ഉണ്ണിമോൾ വിളിച്ചു. വന്ദന ഉണർന്നു. പെട്ടെന്നവൾ തലയുയർത്തി നോക്കി. ചേച്ചി ഇന്നലെ കസേരയിലിരുന്നാണോ ഉറങ്ങിയത്? വന്ദനയുടെ നോട്ടം ക്ലോക്കിലേക്ക് പോയി. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഈശ്വര, നേരം വെളുത്തു. വന്ദന ചാടി എഴുന്നേറ്റ് കസേര നീക്കിയെറിഞ്ഞ് മുറിയിൽ നിന്ന് ഓടി. ഉണ്ണിമോൾ പരിഭ്രമിച്ചു പോയി. വൃന്ദേ, എണീക്കിടി. ഉണ്ണിമോൾ വൃന്ദയെ പിടിച്ച് ഉരുട്ടി. വന്ദന ദേവയാനി കിടന്ന മുറിയുടെ മുന്നിലെത്തി. അകത്തേക്ക് കയറിയതും പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു. കട്ടിലിൽ ദേവയാനിയെ കാണാനില്ല. ഉള്ളിലുണ്ടായ ഇടിമിന്നലിൽ അവൾ വിറകൊണ്ടു. ചേച്ചി. ഉണ്ണിമോളും ഉറക്കച്ചടവോടെ വൃന്ദയും അവിടേക്ക് വന്നു. വന്ദനയുടെ ഭാവപ്പകർച്ച കണ്ട് കുട്ടികൾ അവളെ പിടിച്ചു. എന്താ ചേച്ചി? അമ്മയെ കാണുന്നില്ല മക്കളെ. വന്ദന കരഞ്ഞുപോയി. അതിന് ചേച്ചി എന്തിനാ കരയുന്നേ? അമ്മ എന്നും വെളുപ്പിനെ എഴുന്നേക്കില്ലേ? അമ്മ അടുക്കളയെ കാണും ചേച്ചി.
വൃന്ദയെ പിടിച്ചു മാറ്റി വന്ദന ഹാളിലേക്ക് ഓടി. കാര്യമറിയാതെ കുട്ടികൾ പിന്നാലെ ചെന്നു. സെറ്റിയിൽ അച്ഛനെ കാണാനില്ല. മുൻവശത്തെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. അമ്മേ, വന്ദന ഉറക്കെ വിളിച്ചു. ഈ ചേച്ചിക്കെന്താ? കുട്ടികളെ തള്ളി മാറ്റി അവൾ അകത്തേക്ക് ഓടി. അടുക്കളയിലും ദേവയാനി ഉണ്ടായിരുന്നില്ല. വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. അമ്മേ, വന്ദന വിളിച്ചു. ചേച്ചി, അമ്മ തൊഴുത്തിൽ കാണും, വൃന്ദ പറഞ്ഞു. കറവക്കാരൻ അശോകൻ പാല് കറന്നു വെച്ച ക്യാൻ അടുക്കള സ്ലാബിൽ ഇരിപ്പുണ്ട്. ഈശ്വരാ, അമ്മയെ കാണുന്നില്ല. വന്ദന അടുക്കള മുറ്റത്തേക്കിറങ്ങി. കുട്ടികൾ കൂടെ ചെന്നു. അമ്മേ, ഉണ്ണിമോൾ വിളിച്ചു. ചെന്നു നോക്ക് മക്കളെ, അവരോട് പറഞ്ഞിട്ട് വന്ദന തൊഴുത്തിലേക്ക് ഓടി. കുട്ടികൾ ദേവയാനിയെ തിരഞ്ഞ് ഓടി. തൊഴുത്തിൽ കാണാതെ കരഞ്ഞുകൊണ്ട് വന്ദന കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് വന്നു. അമ്മയെ കണ്ടോ മക്കളെ? ഉണ്ണിമോൾക്കും വൃന്ദയ്ക്കും ആപൽശങ്കയുണ്ടായി. അമ്മയെ ഇവിടെങ്ങും കാണുന്നില്ല ചേച്ചി. ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് പോയതാവും, വൃന്ദ ഊഹം വെച്ച് പറഞ്ഞു. അമ്മ രാവിലെ പോവില്ലല്ലോ. ഉണ്ണിമോളിൽ ഭീതി പടർന്നു. വന്ദന വീടിൻ്റെ മുറ്റത്തേക്ക് ഓടി. പെട്ടെന്നവൾ നിന്നു. കോൺക്രീറ്റ് ഇട്ട മുറ്റത്ത് രക്തത്തുള്ളികൾ ചിതറിക്കിടക്കുന്നു. അയ്യോ, ചോര! വൃന്ദ പിന്നോട്ടു മാറി. വന്ദന ഞെട്ടലോടെ വരാന്തയിലേക്ക് നോക്കി. അവിടെ വെട്ടുകത്തിയിരിക്കുന്നത് കണ്ടു. അവൾ ചെന്ന് വെട്ടുകത്തി കയ്യിലെടുത്ത് നോക്കി. വെട്ടുകത്തിയിൽ ചോര ഉണങ്ങിയിരിക്കുന്നത് കണ്ടതും അവളത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അച്ഛനത് ചെയ്തല്ലോ! വന്ദന പൊട്ടിക്കരഞ്ഞു. ഉണ്ണിമോളും വൃന്ദയും ഞെട്ടലോടെ അവളെ ചുറ്റിപ്പിടിച്ചു. അച്ഛൻ എന്ത് ചെയ്തെന്നാ ചേച്ചി? ഉണ്ണിമോൾ വന്ദനയെ പിടിച്ചുലച്ചു. പറ ചേച്ചി. എവിടെയോ മൺവെട്ടി വീഴുന്ന ഒച്ച വന്ദനയുടെ കാതിലെത്തി. ഉണ്ണിമോളെ പറിച്ചു മാറ്റി അവൾ തെക്കേ മുറ്റത്തേക്ക് പാഞ്ഞു. വാഴത്തോപ്പിൽ നിന്ന് മണ്ണ് വെട്ടിമൂടുന്ന മുകുന്ദനുണ്ണിയെ അവൾ കണ്ടു. വന്ദന ഞെട്ടിത്തരിച്ച് നിന്നു. മണ്ണ് വെട്ടിക്കൂട്ടി അയാൾ കാലുകൾ കൊണ്ട് ചവിട്ടി അമർത്തുകയാണ്. പിന്നെയും മൺവെട്ടി കൊണ്ട് മണ്ണ് വലിച്ചു കയറ്റുന്നു. കയറി നിന്ന് ചവിട്ടി ഉറപ്പിക്കുന്നു. വൃന്ദയും ഉണ്ണിമോളും അവിടെ എത്തി. മുകുന്ദനുണ്ണിയുടെ ജോലി അവരും കണ്ടു. അച്ഛാ, വൃന്ദ ഉറക്കെ വിളിച്ചു. അയാൾ കുട്ടികളെ കണ്ടു. വൃന്ദ അയാളുടെ അടുത്തേക്ക് ഓടി. മൺവെട്ടിയുമെടുത്ത് മുകുന്ദനുണ്ണി പെട്ടെന്ന് അവിടേക്ക് വന്നു. ഓടി വന്ന വൃന്ദയെ അയാൾ തടഞ്ഞു നിർത്തി. എന്നതാ മോളെ? അവളുടെ കരച്ചിൽ കണ്ട് അയാൾ പരിഭ്രമിച്ചു. അയാളുടെ കൈത്തണ്ടയിൽ അവൾ പിടിച്ചു. എന്നതിനാ നിങ്ങൾ കരയുന്നേ? അച്ഛാ, അമ്മയെ കാണുന്നില്ല. ദേവുവിനെ കാണുന്നില്ലെന്നോ? അവളെവിടെ പോവാനാ? അവളെയും പിടിച്ച് അയാൾ മുറ്റത്തേക്ക് വന്നു. അമ്മ എവിടെ പോയതാ അച്ഛാ? ഇവിടെങ്ങും അമ്മയെ കാണുന്നില്ല. ഉണ്ണിമോളും കരഞ്ഞു. പതർച്ചയോടെ അയാൾ വന്ദനയെ നോക്കി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ കൃഷ്ണമണികൾ കനലായി ജ്വലിക്കുന്നത് അയാൾ ഉൾക്കിടിലത്തോടെ കണ്ടു. മോളെ! അയാൾ പിന്നോട്ട് ചെന്നതും അവൾ ഭീതിയോടെ പിന്നോട്ട് ചുവടുകൾ വെച്ചു. എന്നതാ മോളെ? വെട്ടി മൂടിയിട്ട് വരികയാണല്ലേ? മുകുന്ദനുണ്ണിക്ക് നടുക്കം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മോൾ എന്നതാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് 8 മണിയോടെ പുറപ്പെടാനുള്ളതാ. എവിടേക്ക്? വന്ദനയുടെ ഒച്ച കാറിപ്പോയി. പറഞ്ഞതുപോലെ നിങ്ങളത് ചെയ്തു കളഞ്ഞല്ലോ. ഞങ്ങളുടെ അമ്മയെ കൊന്നു കുഴിച്ചു മൂടി. മുകുന്ദനുണ്ണിയുടെ തലച്ചോറിൽ സ്ഫോടനമുണ്ടായി. ചേച്ചി! വൃന്ദയും ഉണ്ണിമോളും വന്ദനയെ ചുറ്റിപ്പിടിച്ചു. കൊന്നുകളഞ്ഞു മക്കളെ. ഈ മനുഷ്യൻ നമ്മുടെ അമ്മയെ കൊന്ന് കുഴിച്ചുമൂടി. കുട്ടികളെ ചുറ്റിപ്പിടിച്ച് വന്ദന അലറിക്കരഞ്ഞു. തലയ്ക്കുള്ളിൽ അലയടിച്ച പ്രകമ്പനത്തിൽ മുകുന്ദനുണ്ണി വെട്ടിവിറച്ചു. തൻ്റെ മകൾ തൻ്റെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നു. താൻ അവരുടെ ആരുമല്ലെന്ന്. മോളെ! മിണ്ടരുത് നിങ്ങൾ! വിരൽ ചൂണ്ടി വന്ദന പൊട്ടിത്തെറിച്ചു. ഇനി നിങ്ങൾ ഞങ്ങളെ അങ്ങനെ വിളിക്കരുത്. അവൾ കുട്ടികളെയും കൊണ്ട് പിന്നിലേക്ക് മാറി. ചേച്ചി! വൃന്ദയും ഉണ്ണിമോളും ഭയന്ന് ഉറക്കെ കരഞ്ഞു. ഇനി ഈ മനുഷ്യൻ നമ്മളെ കൊല്ലും മക്കളെ. കുട്ടികളെ അടക്കിപ്പിടിച്ച് വന്ദന പൊട്ടിക്കരഞ്ഞു. മുകുന്ദനുണ്ണിയുടെ നെഞ്ച് പിളർന്നു. എൻ്റെ പൊന്നുമോള് എന്നതൊക്കെയായി പറയുന്നേ? അച്ഛൻ നിങ്ങളെ കൊല്ലുവെന്നോ? അതിന് അച്ഛന് കഴിയുമോ മക്കളെ? അയാൾ കരഞ്ഞുപോയി. മക്കളോ? ആരുടെ മക്കൾ? എനിക്കെല്ലാം അറിയാം. നിങ്ങൾ ഞങ്ങൾക്ക് ആരുമല്ല. നിങ്ങളല്ല ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങളുടെ അച്ഛൻ ചന്ദ്രദാസ് അങ്കിളാ. ഒരഗ്നിവർഷമായിരുന്നു മുകുന്ദനുണ്ണിയുടെ ശിരസിന് മീതെയുണ്ടായത്. അതിൽ അയാൾ ജീവനോടെ കത്തിച്ച ആരമായി. ഞങ്ങളുടെ അമ്മയെ കൊന്നുകളഞ്ഞില്ലേ? ഉണ്ണിമോൾ വന്ദനയുടെ പിടിയിൽ നിന്ന് കുതറി. എൻ്റെ അച്ഛൻ അമ്മയെ കൊല്ലൂല. വന്ദന പിടിവിട്ടില്ല. നിനക്ക് എന്തറിയാവടി? കള്ളവാ പറയുന്നേ. നീ കള്ളവാ പറയുന്നേ. ഉണ്ണിമോൾ വന്ദനയുടെ ദേഹത്തടിച്ച് ഉറക്കെ കരഞ്ഞു.
നടുങ്ങി തെരിച്ചു നിൽക്കുകയാണ് വൃന്ദ. എന്നെ വിട്, എന്നെ വിടടി, ഉണ്ണിമോൾ കുതറിപ്പിടഞ്ഞു. നിങ്ങളതറിയണം. ഇന്നലെ രാത്രി ഈ മനുഷ്യൻ നമ്മുടെ അമ്മയെ വെട്ടിയെരിഞ്ഞ് കൊന്നു. നമുക്ക് ആരുമല്ല ഇയാൾ, നമ്മുടെ ആരുമല്ല. നടുക്കം വിട്ടുണർന്ന മുകുന്ദനുണ്ണി മുന്നോട്ടേക്ക് കുതിച്ചു. അയാൾ വീടിന് നേരെ പാഞ്ഞു. കൊല്ലും മക്കളെ, നമ്മളെയും കൊല്ലും. പറമ്പിലേക്ക് കുട്ടികളുമായി ഓടാൻ വന്ദന ശ്രമിച്ചുവെങ്കിലും ഉണ്ണിമോൾ അടങ്ങിയില്ല. വാ മോളെ. ഉണ്ണിമോൾ മാനസികാസ്വസ്ഥ്യം കാണിക്കാൻ തുടങ്ങി. വന്ദനയ്ക്ക് പൊട്ടിക്കരയാനേ കഴിഞ്ഞുള്ളൂ. പറ ചേച്ചി, ചന്ദ്രദാസ് അങ്കിള് ഞങ്ങളോട് പറഞ്ഞതാ ചേച്ചിയും പറഞ്ഞത്. അച്ഛൻ നമ്മുടെ ആരുമല്ലേ? നിങ്ങൾ കേട്ടതൊക്കെ സത്യവാ മക്കളെ. അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ ഒളിച്ചു നിന്ന് കേട്ടു. അമ്മയെ കൊന്ന് വാഴത്തോപ്പിൽ കുഴിച്ചു മൂടുമെന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടതാ. വൃന്ദയുടെ കരച്ചിൽ വർദ്ധിച്ചു. ഉണ്ണിമോൾ ഭയപ്പെടുത്തുന്ന വിധം തല വെട്ടിക്കാൻ തുടങ്ങി. അച്ഛൻ. മുറ്റത്തേക്ക് നോക്കി വൃന്ദ പേടിയോടെ വിളിച്ചു പറഞ്ഞ് വന്ദനയുടെ അരയിൽ ചുറ്റിപ്പിടിച്ചു. ഡ്രസ്സ് മാറി മുകുന്ദനുണ്ണി വണ്ടിയുടെ നേരെ ഓടിച്ചെല്ലുന്നത് അവർ കണ്ടു. അയാൾ ബൊലോറയിൽ കയറി മുറ്റത്തിട്ട് കുത്തിത്തിരിച്ച് പുറത്തേക്ക് പാഞ്ഞുപോയി. ഭീതിയോടെ വൃന്ദ മുഖമുയർത്തി. ഇന്നലെ രാത്രി അച്ഛൻ വെട്ടുകത്തി തേച്ചത് അമ്മയെ കൊല്ലാനാണോ ചേച്ചി? കരയാനല്ലാതെ വന്ദനയ്ക്കൊന്നിനും കഴിഞ്ഞില്ല. അവരെയും പിടിച്ച് അവൾ മുറ്റത്തേക്ക് ഇരുന്നു. അച്ഛൻ കൊന്നതാ. മുറ്റത്ത് ചോര കണ്ടില്ലേ? അച്ഛൻ കൊന്നതാ. അമ്മ മരിച്ചുപോയി. വൃന്ദ ഏങ്ങി ഏങ്ങിക്കരഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞതാ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ. അച്ഛൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു. ഒടുവിലത് സംഭവിച്ചു. വന്ദന വാവിട്ട് കരഞ്ഞു. രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതിരുന്നിട്ടും അച്ഛൻ അത് ചെയ്തല്ലോ. ചെയ്യും. എന്തു ചെയ്യാനും മടിക്കില്ല അയാൾ. എല്ലാം നമ്മൾ അറിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ കടന്നു കളഞ്ഞത് കണ്ടില്ലേ? വന്ദന കിതച്ചു. ഇനി നമുക്ക് ആരുമില്ല ചേച്ചി. അച്ഛൻ അമ്മയെ കൊല്ലൂല. ഉണ്ണിമോളുടെ നാവിൽ നിന്ന് വാക്കുകൾ തെറിച്ചു വീണു. പിന്നെ എവിടെ നമ്മുടെ അമ്മ? ഉണ്ണിമോൾ എക്കിൾ വിടും പോലെ തല ചലിപ്പിച്ചു. ചന്ദ്രദാസ് അങ്കിളാണോ ചേച്ചി നമ്മുടെ അച്ഛൻ? വന്ദനയുടെ മുഖം പിടിച്ച് വൃന്ദ ചോദിച്ചു. ആ, അമ്മയെ അച്ഛൻ കൊന്നേ. ഞങ്ങളുടെ അമ്മയെ അച്ഛൻ കൊന്നേ. വന്ദനയുടെ മടിയിൽ വീണ് വൃന്ദ കരഞ്ഞു. ഞങ്ങൾക്കാരുമില്ലേ? കൊല്ലൂല. എൻ്റെ അച്ഛൻ കൊല്ലൂല. ഉണ്ണിമോൾ പിറുപിറുത്തു. വൃന്ദ പിടഞ്ഞെഴുന്നേറ്റു. നമുക്ക് പറമ്പിൽ പോയി നോക്കാം ചേച്ചി. വാ വാ ചേച്ചി. അച്ഛൻ കുഴി വെട്ടുന്നത് ഞാൻ കണ്ടതാ. ഗേറ്റിൽ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. അച്ഛൻ തിരിച്ചു വന്നു നമ്മളെയും കൊല്ലും. നമുക്ക് ഓടിപ്പോവാൻ ചേച്ചി. വൃന്ദ എഴുന്നേറ്റിട്ട് വന്ദനയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എണീക്ക് ചേച്ചി, എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ ചേച്ചി. ഉണ്ണിമോളെയും പിടിച്ച് വന്ദന എഴുന്നേറ്റു. രണ്ടുപേരെയും കൊണ്ട് പറമ്പിലേക്ക് ഓടാൻ തുടങ്ങിയതും ഗേറ്റ് കടന്ന് ഒരു ചുവന്ന സ്കോർപിയോ മുറ്റത്തേക്ക് വന്നു നിന്നു. വണ്ടി മുകുന്ദനുണ്ണിയുടേതല്ലെന്ന് മനസ്സിലായതും അവൾ അവിടെ തന്നെ നിന്നു. അതിൽ നിന്ന് ചന്ദ്രദാസ് ഇറങ്ങുന്നത് അവൾ കണ്ടു. ചന്ദ്രദാസ് അവരെ കണ്ടു. വാ മക്കളെ. വാത്സല്യത്തോടെ അയാൾ കൈ കാട്ടി വിളിച്ചു. കുട്ടികളെയും പിടിച്ച് വന്ദന അങ്ങോട്ട് ചെന്നു. കാറിൽ നിന്ന് 4 പേർ ഇറങ്ങി നിന്നു. തൊട്ടു പിന്നാലെ ചന്ദ്രദാസിൻ്റെ ജീപ്പും അകത്തേക്ക് വന്നു. അതിൽ നിന്ന് കുഞ്ഞുമോനും വേണുവും നാട്ടുകാരനായ ഉത്തമനും ലാസറും ഗോപിയും ഇറങ്ങി. വരാന്തയുടെ അടുത്തേക്ക് വന്ന വന്ദനയുടെയും കുട്ടികളുടെയും സമീപത്തേക്ക് ചന്ദ്രദാസ് ചെന്നു. എന്തിനാ മക്കൾ കരയുന്നത്? ആരും മിണ്ടിയില്ല. ഇന്നലെ ഞാനിവരോട് പറഞ്ഞ കാര്യം വന്ദനമോള് അറിഞ്ഞില്ലേ? അയാൾ ചോദിച്ചു. വൃന്ദ കരയാൻ തുടങ്ങി. ഉണ്ണിമോൾ നിലത്ത് തുറിച്ചു നോക്കി നിന്നു. ഇടയ്ക്കിടെ അവൾ മുഖം ഇടതുവശത്തേക്ക് വെട്ടിച്ചുകൊണ്ടിരുന്നു. ഞാൻ കള്ളം പറഞ്ഞതല്ല. മുകുന്ദൻ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായി. നിങ്ങൾ അമ്മയെ വിളിക്ക്. വല്ലാത്തൊരു ഒച്ചയിൽ വൃന്ദ കരഞ്ഞു. പേടിക്കണ്ട മോളെ, ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്താൻ വന്നതല്ല. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനുമില്ല. നിങ്ങൾ 3 പേരുടെയും അച്ഛൻ ഞാനാ. ഉത്തമനും ഗോപിയും അങ്ങോട്ട് വന്നു. ഇത്രയും കാലം ഞാൻ ആ സത്യം ആരെയും അറിയിക്കാതെ കൊണ്ടു നടന്നു. ആരുമില്ലാത്തവനായി ജീവിക്കുമ്പോഴും നിങ്ങളുടെ കുടുംബം ശിഥിലമായി പോവരുത് എന്നാഗ്രഹിച്ചു ഞാൻ. എൻ്റെ സങ്കടങ്ങൾ നെഞ്ചിലൊതുക്കി. അങ്ങനെയാ മുഴുക്കുടിയനായി തീർന്നത്. നനയാത്ത കണ്ണുകൾ ചന്ദ്രദാസ് തുടച്ചു. മിത്രമായി അടുത്തുകൂടി മുകുന്ദൻ എന്നെ കൊന്നുകളയാൻ തുനിയുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ ആ സത്യം എങ്ങനെയോ അറിഞ്ഞു. ഒരു രാത്രി ക്വാർട്ടേഴ്സിൽ വന്ന് തലക്കടിച്ച് വീഴ്ത്തി. എന്നിട്ട് ഡാമിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു വന്ദനയും വൃന്ദയും. ഈ കുഞ്ഞുമോനും വേണുവും കൂടിയാ എന്നെ രക്ഷിച്ചത്. എന്നെ തലക്കടിക്കുന്നതിനു മുമ്പേ അവൻ പറഞ്ഞിരുന്നു,
ദേവുവിനെ കൊല്ലുമെന്ന്. ഇനി ഒരു കൊലയ്ക്ക് കൂടി മുകുന്ദൻ ശ്രമിക്കാതിരിക്കാനാ എല്ലാ സത്യവും ലോകം അറിയട്ടെ എന്ന് ഞാൻ കരുതിയത്. നിങ്ങൾ ദേവുവിനെ വിളിക്ക്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ദേവു പറഞ്ഞാൽ ഞാൻ പോകാം. ഈ നാട്ടുകാരോട് ക്ഷമ പറയാം. പിന്നെ നിങ്ങൾ ആരും എന്നെ കാണില്ല. ഞങ്ങളുടെ അമ്മയെ കാണുന്നില്ലെങ്കിൽ വൃന്ദ പൊട്ടിപ്പോയി. ചന്ദ്രദാസ് പകച്ചു. മൈ ഗോഡ്, ഇന്നലെ എൻ്റെ മുന്നിൽ വന്ന് മുകുന്ദൻ വെല്ലുവിളിച്ചിട്ടാ പോയത്. അടുത്ത പകൽ ദേവു കാണില്ലെന്ന്. സാറേ, മുകുന്ദേട്ടൻ വല്ല കടുങ്കയും ചെയ്തോ? കുഞ്ഞുമോൻ ഭയന്നു. മുകുന്ദൻ എവിടെ? ഉത്തമൻ ചോദിച്ചു. വണ്ടിയിൽ കയറി അച്ഛൻ പോയി. വൃന്ദ ഏങ്ങലടിച്ച് കരഞ്ഞു. എപ്പോഴാ പോയത്? കുറച്ചു മുമ്പ്. അവന് ഭ്രാന്ത് തന്നെയാ. ദൈവമേ, ദേവുവിനെ കൊന്നോ? ചന്ദ്രദാസ് നെഞ്ചിലടിച്ചു. മുറ്റത്ത് ചോര കിടക്കുക അങ്കിളെ. രാത്രി അച്ഛൻ വെട്ടുകത്തി തേച്ച് വെക്കുന്നത് കണ്ടതാ. പറമ്പിൽ കുഴിയുമെടുത്തു. അച്ഛൻ അമ്മയെ കൊന്നു. വന്ദനയെ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ മുഖം വെച്ച് വൃന്ദ ഉറക്കെ കരഞ്ഞു. കേട്ടു നിന്നവർ ഞെട്ടി. നിങ്ങൾ വണ്ടിയിൽ ചെന്ന് കയറ് വേഗം, ചന്ദ്രദാസ് വിളിച്ചു പറഞ്ഞു. ചന്ദ്രദാസും കൂടെയുള്ളവരും ഓടിച്ചെന്ന് വണ്ടികളിൽ കയറി. മക്കൾ വാതിലടച്ചിരുന്നു. അവൻ വന്നാൽ വാതിൽ തുറക്കരുത്. കൊലവിളിയുമായി അവൻ വരും. മുകുന്ദൻ നിങ്ങളുടെ ആരുമല്ല. വണ്ടിയിലിരുന്ന് ചന്ദ്രദാസ് വിളിച്ചു പറഞ്ഞു. സ്കോർപിയോയും ജീപ്പും പുറത്തേക്ക് കുതിച്ചു. ചേച്ചി, വൃന്ദ വന്ദനയെ പിടിച്ചുലച്ച് കരഞ്ഞു. കുട്ടികളെ തള്ളിമാറ്റി വന്ദന പറമ്പിലേക്ക് ഓടി. പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വൃന്ദയും ഉണ്ണിമോളും ഓടി. അമ്മേ, അമ്മേ, വാഴത്തോപ്പിൽ കയറിയ വന്ദന അലറി വിളിച്ചു. ഓരോ വാഴത്തടത്തിലും 3 മൺകൂനകൾ അവൾ കണ്ടു. അമ്മേ, ഓരോ മൺകൂനയുടെ അരികിലും അവൾ ഓടിച്ചെന്നു. മുകുന്ദനുണ്ണി ആഴത്തിൽ കുഴിവെട്ടിയ മൺകൂനയ്ക്ക് മുന്നിൽ അലച്ചുകൊണ്ട് ചെന്ന് നിന്നു. എൻ്റെ അമ്മേ, അവൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. കുട്ടികൾ ഓടിയെത്തുമ്പോഴേക്കും അവൾ ആ മൺകൂനയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി വീണു. കുട്ടികൾ അവൾക്കൊപ്പം വീണ് നിലവിളിച്ചു. 2 കൈകൊണ്ടും മണ്ണ് വലിച്ചുവാരി വന്ദന ആർത്തലച്ച് കരഞ്ഞു. അമ്മേ, എൻ്റെ അമ്മേ. മൺകൂനയിലേക്ക് വീണ വന്ദന അലറി വിളിച്ചു. അവളെ പിടിച്ച് വൃന്ദയും നിലവിളിച്ചു. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയ്സ്.